എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡൽഹിയിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വശത്തെ ഒരു മന്ത്രി രാജേന്ദ്ര പ്രധാൻ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രിയാണ്. മറുവശത്തെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ, അവർ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു ബാനറിൽ ഈ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് റോഡിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് റോഡിൽ സത്യാഗ്രഹം ഇരിക്കുകയും പോലീസിൻ്റെ മർദ്ദനമേൽക്കുകയും അതിലുപരി പല ആരോപണങ്ങൾക്ക് വിധേയമായും അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാൻ ഡൽഹിയിൽ ഇപ്പോൾ കഴിയുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും അവരെ ബുദ്ധിമുട്ടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഭ മാക്സിമം ചെയ്യേണ്ടത് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി മെട്രോ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഉപയോഗിക്കാനുള്ള സാഹചര്യം ലോക്ക് ചെയ്തു. ഇൻ്റർനെറ്റ് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇല്ലാതാക്കുക. അതായത് ഈ സമരത്തെ എങ്ങനെയെങ്കിലും പൊളിക്കുക. ഇതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഭരണപക്ഷിയും ഒന്ന് ഓർക്കേണ്ടത്, നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ആരോടാണെന്നൊന്ന് ചിന്തിക്കുക. നിങ്ങൾ കാണിക്കുന്നത് നാളത്തെ ഭാവി, ഇന്ത്യയുടെ നാളത്തെ വാഗ്ദാനങ്ങളായ ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ വേട്ടയാടുന്നത്. നിങ്ങൾ അവർക്ക് മേലിൽ അവരുടെ റൈറ്റ്സ്, അവർക്കുണ്ട ബുദ്ധിമുട്ടുകൾ, അവരുടെ കൂടെ പഠിച്ച ഏതാണ്ട് 20-ൽ പരം ആൾക്കാർ ആത്മഹത്യ ചെയ്തു. ഒത്തിരി ആൾക്കാർ ഹോസ്പിറ്റലിൽ പോലീസിൻ്റെ മർദ്ദനമേറ്റ് കിടക്കുന്നു. അവർ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഒരു ഫലവുമില്ലാതെ അവരുടെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി. അങ്ങനെ മനംനൊന്താണ് പലരും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി ഒരു ധനസഹായവും ഈ കാരണഭൂതനായ ഈ കാരണങ്ങൾക്കെല്ലാം കാരണക്കാരനായ മന്ത്രി, അതായത് ഈ രാജേന്ദ്ര പ്രധാൻ, അദ്ദേഹം രാജിവെക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല ഡിമാൻഡ്സുകളാണ്. പക്ഷേ ഇത് പാറ്റകളാണ്, ഈ പാറ്റാപ്പടയാണ്. ഇതിനെ കാര്യമായി എടുക്കേണ്ട ഒന്നല്ല. അത് കുറച്ച് പോലീസുകാരെയും അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. അങ്ങനെ മൗനം ഭജിച്ചിരുന്നെങ്കിലും സംഗതി വളരെ ഘടകവിരുദ്ധമായിട്ടാണ് ഓരോന്നും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായത്. എന്തായിരുന്നാലും ഒന്നേ പറയാനുള്ളത്, ഈ വിദ്യാർത്ഥികളോട് ഫൈറ്റ് ചെയ്യാൻ പോകാതിരിക്കുക. കാരണം വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ അവർക്ക് സാധിക്കും, പഠിക്കാൻ അവർക്ക് സാധിക്കും. കാരണം ടെക്നോളജിയും ടെലികമ്മ്യൂണിക്കേഷൻ അത്ര കണ്ട് ഡെവലപ്പായിരിക്കുകയാണ്. നമുക്കാരെയും ഫൂൾ ചെയ്യേണ്ട. നമുക്ക് ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മൊബൈൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ആ ഒരു വാസന, അവൻ ചെയ്യുന്ന ഓരോ പണികളും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് തന്നെ അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ടെക്നോളജിയിലോട്ട് എത്തപ്പെടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ 70-75 മുകളിൽ ഭരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന ഓരോ പൊളിറ്റീഷ്യനും അവർക്ക് ഇന്ന് 10 വയസ്സോ 15 വയസ്സ് കുട്ടികൾ മൊബൈലിൽ കാണിക്കുന്ന ടെക്നോളജി, ആ ടെക്നിക്സ് ഇവർക്ക് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെയല്ല, നിങ്ങൾക്കറിയാത്ത സബ്ജക്റ്റ് നിങ്ങൾ മറ്റാരെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു.
ആ നിങ്ങൾക്ക് തരുന്ന ടെക്നോളജി അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തരുന്ന ആ നോളേജ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു, അവർ നിങ്ങളെ പലതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് മണ്ടത്തരമാണോ ശരിയാണോ തെറ്റാണോന്ന് നമുക്ക് കാണുന്നില്ല. മന്ത്രിപദമായ മന്ത്രിയെ ആരും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു ധാരണ നിങ്ങൾ. എന്നാൽ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ മന്ത്രിമാരാണ്. കാരണം അവർക്ക് എൻ്റെ ടെക്നോളജി അറിയില്ല. അപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെക്കാരും ടെക്നോളജി പഠിച്ചവരെയാണ്. അങ്ങനെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ മോദിയും ഗവൺമെൻറ്റും ഒന്ന് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ലക്ഷം നാളത്തെ യുവജനങ്ങളെയാണോ ഇന്ത്യയുടെ ഭാവി ഡെവലപ്മെൻറ്റ്സ് ഇരിക്കുന്ന ഈ ലക്ഷം വിദ്യാർത്ഥികളെയാണോ അതോ ഒരു രാജ്യാന്തര പ്രധാനം എന്നുള്ള ഒരു മന്ത്രിയെയാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമുക്കറിയാം, ഈ മന്ത്രി മൂലമാണ് നിങ്ങൾക്ക് ഈ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് രാജസ്ഥാനിൽ ഒറീസയിൽ കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യുപകാരം ചെയ്യണം. അങ്ങനെ ഈ മന്ത്രി എടുത്ത് കളയാനൊന്നും പറ്റില്ല. കളഞ്ഞാൽ അത് BJPക്ക് നല്ല ക്ഷീണം ഉണ്ടാകും, അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു തുറന്ന സത്യമാണ്. മറ്റൊന്നുള്ളത്, ഈ സമരത്തിന് ഏതോ പുറം രാജ്യത്തുള്ളവരുടെ ബേക്കപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ സമരം ഇത്ര ശ്രദ്ധയായിട്ട് പോകണം. അതുകൊണ്ട് ഇവർ രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെ തുറുങ്കിലടയ്ക്കണം. ഇങ്ങനെ ചില ഈ ചർച്ചയിൽ വന്ന് വിവരമില്ലാത്ത ചില ആൾക്കാരൊന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുന്നുണ്ട്. നാണക്കേടാണ്. ഇന്നത്തെ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ പാകിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിൻ്റെയോ നേപ്പാളിൻ്റെയോ ചൈനയുടെ അവരുടെ ആവശ്യമൊന്നുമില്ല. അവരുടെ ഗൈഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻസിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഈ ചൈനയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ വിദ്യാർത്ഥികളുണ്ടാക്കിയ സമരം ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ആ ഡിമാൻഡ് ഇവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളല്ല. അവിടെ പൊളിറ്റിക്കലാണ്, ടോട്ടലി പൊളിറ്റിക്കൽ സൈഡാണ് അവിടെ വിദ്യാർത്ഥികൾ ഇടപെട്ടത്. അതുകൊണ്ട് അവിടെ ഒരുപാട് രക്തരൂക്ഷമായി തന്നെ ഉണ്ട്. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ വിദ്യാർത്ഥികൾ പൊളിറ്റിക്കൽ സപ്പോർട്ടല്ല, അവർക്ക് അവരുടെ ലൈഫിന് വേണ്ടിയാണ്, അവരുടെ സർവൈലൻസിനാണ്, അവരുടെ കഷ്ടപ്പെട്ട് വളർന്നവരുടെ പേരൻസിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അവർ ഫാർമേഴ്സുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അവരെല്ലാം കഷ്ടപ്പെട്ട് മക്കളെ എൻജിനീയേഴ്സോ ഡോക്ടേഴ്സോ ആക്കണമെന്നുള്ള വിശ്വാസത്തിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രയത്നിച്ചപ്പോൾ അതെല്ലാം നിഷ്ഫലമായിപ്പോയി. അത് മാർക്ക് ചോദിച്ച അവർക്ക്, അതായത് യഥാർത്ഥത്തിൽ അർഹരുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. യാതൊന്നുമില്ലാതെ വളഞ്ഞ വഴിയിൽ കൂടെ, ബാക്ക് ഡോറിൽ കൂടെ ഓരോ വിദ്യാർത്ഥികളും ജയിച്ച് കയറിപ്പോരുന്ന ഒരവസ്ഥയല്ലേ ഉണ്ടായത് ഇന്ത്യയിൽ. അതിൻ്റെ കാരണക്കാരനായ മന്ത്രിയാണ് രാജിവെക്കണമെന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹം മുതിരണം. അതിന് ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു തന്നെയാകണം. വിദ്യാർത്ഥികളെ ഇനിയെങ്കിലും ഈ തെരുവിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് അടിപ്പിക്കുന്നത് നിർത്തുക. മോദിജി, मैं आपसे ये प्रार्थना कर रहा हूँ, ये अच्छी बात नहीं है. ये लोग है ना, आपको एक दिन मालूम होना, क्या आपको तो बच्चा लोग नहीं है, आपको मालूम भी नहीं है, क्योंकि अगर आपको कोई बच्चा है और एक का फैमिली मैन है, ज़रूर आपको मालूम हो जाएगा एक बेटे को, एक बेटी को पढ़ाने के लिए कितना परेशानी हो रहा है, कितना पसीना निकालना पड़ता है. ये तो आपको मालूम होना चाहिए. लेकिन ये क्यों आप मालूम नहीं करते? मेरे ख्याल में आप बाप नहीं है, क्योंकि आपका बच्चा लोग नहीं है, आप फैमिली के साथ नहीं रहता है. आप तो मेरे ख्याल में आप तो अकेले ही है. आपका ज़िंदगी स्टार्ट किया अकेला, अभी भी आप अकेला है. यानी ये अगर आप सुनेगा थोड़ा ध्यान से सुनना, ये सही बात है. जब आप पिता हो और पिता को मालूम है बच्चा लोगों के क्या है,
उसे कैसा पालना है, वो प्रैक्टिस आपको नहीं है, एक्सपीरियंस ही नहीं है. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മക്കളില്ല, നിങ്ങൾക്ക് കുടുംബമില്ല, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഹാൻഡാണ്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തും. മക്കളെ വളർത്തുന്നതിന് എന്ത് കഷ്ടപ്പെടും, എന്ത് കഷ്ടപ്പെടേണ്ട അതൊരു പിതാവിനെ അറിയൂ, ഒരു മാതാവിനെ അറിയൂ. ഇതൊന്നുമില്ലാത്ത ഒരു താങ്കളാണ് ഇന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ വേദന അത്ര കണ്ട് അങ്ങേക്ക് അറിയാൻ സാധിക്കില്ല. അതൊരു വലിയൊരു കാര്യമാണ്, അത് വളരെ പ്രധാനം ചിന്തിക്കേണ്ട. അതുകൊണ്ട് प्रधानमंत्री साहब, मैं आपसे बताता हूँ, प्लीज़ ये बच्चा लोगों को सड़क में लगा कर लेफ्ट राइट नहीं मारने का. അവരെ വിളിക്കുക, यू कॉल हिम, उसको बुलाओ, पूछो क्या चाहिए, उसको ऐसा करने का. वो एक क्या नाम, ये धर्मेंद्र प्रधान नहीं है इंडिया को, तो एक ही आदमी, एक ही मंत्री है. लेकिन वो जो विद्यार्थी लोग आता है, वो जो लाखों लाखों विद्यार्थी लोग, उसका जो क्या वो कॉन्फिडेंस है ना, आप बर्बाद नहीं करने का है. उसका विश्वास में लो. आप प्रधानमंत्री है, आपको बहुत कुछ कर सकता है. तो मेहरबानी से इसको ज़्यादा खींच के मत जाना. आप बच्चा लोगों को बुला दो, ये आपका बच्चा लोग है, ये सोच लो उसको क्या चाहिए, उसको बराबर बिठा के पूछो, उसको जो है वो दे दो. ദയവ് ചെയ്ത് മന്ത്രി, പ്രധാനമന്ത്രി ആ കുട്ടികൾ വിളിക്കുക, അവരെ വിളിച്ചിരുത്തി അവർക്ക് എന്താ വേണ്ടത് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർ അർഹിക്കുന്നത് അവർക്ക് കൊടുക്കുക. അല്ലാതെ അവരെ പാകിസ്ഥാൻ ചാരന്മാരാണെന്നോ അല്ലെങ്കിൽ ഇവർ തീവ്രവാദികളുടെ അതൊന്നും പരിസര നാണക്കേടാണ്. നമ്മൾ അങ്ങനെയല്ല. വി ഇന്ത്യൻസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ ദൈവവും അഹിംസയുടെ ആൾക്കാരാണ്, ഹിംസയുടെ ആൾക്കാരല്ല. സ്നേഹത്തിൻ്റെ ആൾക്കാരാണ്, സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്, വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. സോ മന്ത്രി, ദയവ് ചെയ്ത് ഇവരെല്ലാം വിളിച്ച് അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുക, അവരെ ഇന്ത്യയിലെ നാളത്തെ ജനതയായി മാറ്റാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഈ സമരവും പേരും പറഞ്ഞ് അവരെ നീട്ടിക്കൊണ്ടുപോയിരിക്കുക. അവരുടെ ആഗ്രഹിക്കുന്ന, അവർ ചോദിക്കുന്ന ന്യായമായ കാര്യങ്ങൾ സഫലീകരിച്ച് കൊടുക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാണാം വീണ്ടും നാളത്തൊരു വീഡിയോയിൽ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.